നന്ദകുമാർ പൈസ കൊടുക്കാനുണ്ടെന്ന് നന്ദകുമാർ പറയുന്നു. അത് ശരിയാണെങ്കിൽ പൈസ അത് കൊടുക്കണം എന്ന് മാത്രം ഞാൻ പറഞ്ഞു. അത് ഞാൻ ഓർക്കുന്നില്ല. ഞാനതാ പറഞ്ഞ രണ്ടിലൊരാളോടാ. ഇല്ലില്ല. പിന്നെ എന്നോട് ശ്രീ നന്ദകുമാർ ആ കാര്യമൊന്നും സംസാരിച്ചിട്ടില്ല. ഇല്ലില്ല. ഞാൻ അപ്പോഴേ മറന്നു. ഇപ്പൊ അത് ഇത്രയും കാര്യം ഈ ചാനലിൽ ഇതെല്ലാം ഇങ്ങനെ ആവർത്തിച്ച് പല ചാനലുകളും പറയുന്നത് കണ്ടപ്പോൾ ഞാനിത് ഓർത്ത് എടുത്തതാണ് ഇത്രയും കാര്യം. ഞാൻ ഡെപ്യൂട്ടി ചെയർമാനായിരിക്കുമ്പോഴാണ്. എനിക്ക് 5-6 വർഷമെങ്കിലും ഒക്കെ കഴിഞ്ഞ് കാണും. അങ്ങനെയൊന്നും പറഞ്ഞില്ല. നല്ല തുകയാണെന്നും ചെറിയ തുകയാണെന്നും ഒന്നും പറഞ്ഞില്ല. അല്ല, അങ്ങനെ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അത് പറഞ്ഞില്ല. കാര്യം ഞാനിത് അപ്പോഴേ മറന്നു. മനസ്സിലായല്ലോ. എൻ്റെ മനസ്സിൽ ഇത് ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ പല ശുപാർശകളും പല ആളുകളും വന്ന് എൻ്റെ ഇൻ്റർവെൻഷൻ എന്നോട് ഇടപെടാനായിട്ട് പറയുമ്പോൾ ഞാൻ ന്യായമായും ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾക്ക് അത് ഇടപെടുന്ന ഒരു സ്വഭാവം എൻ്റെ. എനിക്ക് നേരത്തെ അറിയാം നന്ദകുമാർ ഡൽഹിയിൽ മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ഡൽഹിയിൽ ഒരുപാട് രാഷ്ട്രീയക്കാർ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായിട്ടുണ്ട്. അതിനോട് എനിക്ക് വർഷങ്ങളായിട്ടറിയാം. പ്രത്യേകിച്ച് ഫ്ലൈറ്റിലൊക്കെ മിക്കവാറും ഈ ഡൽഹിക്ക് ഫ്ലൈറ്റിൽ പോകുമ്പോൾ നന്ദകുമാർ മിക്കവാറും ഞാൻ ഫ്ലൈറ്റിൽ കണ്ടാ പരിചയപ്പെട്ടുള്ളത്. ഇല്ല, അല്ല, ഞാൻ അത്തരം അതിനെക്കുറിച്ചൊന്നും കമന്റ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ദുഷ്ടലാക്കാണോ ശരിയായ ലാക്കാണോ എന്നൊന്നും എനിക്ക് നേരിട്ടറിയാൻ വയ്യാത്ത കാര്യം ഒരിക്കലും ഞാൻ കമന്റ് ചെയ്യത്തില്ല, പറയത്തില്ല. ദുഷ്ടലാക്കാണോ അല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിന് മറുപടി പറയേണ്ടത് അതിനോട് ബന്ധപ്പെട്ടവരാണ്. എനിക്കത് പറയാൻ പറ്റത്തില്ല. ഞാനൊരിക്കലും മറ്റൊരാളെക്കുറിച്ച് എനിക്ക് നേരിട്ട് ബോധ്യമില്ലാത്ത ഒരാരോപണവും പറയത്തില്ല. ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. എനിക്ക് നേരിട്ട് ബോധ്യമുണ്ടല്ലേ പറയുള്ളൂ. ഇപ്പം എനിക്ക് നേരിട്ടറിയാവുന്ന ഇത്രയും കാര്യമുള്ളൂ. അത് ഞാൻ പറയുന്നു. ഈ അനിൽ ആന്റണി സൂപ്പർ ദല്ലാളായി പ്രവർത്തിച്ച ആളാണ് എന്നാണ് അത് പിന്നെ അല്ല, അത് ഈ നമ്മുടെ നന്ദകുമാർ പറയുന്നത് എനിക്കറിഞ്ഞുകൂടാ. ഇതെല്ലാം ദല്ലാളന്മാരെ ഒന്നും എനിക്ക് പരിചയമില്ല, ദല്ലാളായിട്ട് പ്രവർത്തിച്ചു എന്ന് അദ്ദേഹം പറയുന്നു. എനിക്കങ്ങനെ യാതൊരു അറിവുമില്ല. സാർ, ഒരു കാര്യം പറയാം. ഇപ്പോൾ എ കെ ആന്റണി ആദർശ വീരൻ എന്നാണല്ലോ നമ്മളെല്ലാവരും അറിയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹത്തെ പോലെ ആള് സംസ്ഥാന രാഷ്ട്രീയം വിട്ട് ദില്ലിയിൽ അത്രയും വലിയൊരു പൊസിഷൻ പ്രതിരോധ വകുപ്പ് മന്ത്രിയൊക്കെ ആകുമ്പോൾ ഈ പറഞ്ഞ മകനാണെങ്കിൽ പോലും സ്വാധീനിക്കാൻ കഴിയുമോ? അല്ല, ഞാൻ ഒരു കാര്യം പറയാം. എ കെ ആന്റണിയെ ആർക്കും സ്വാധീനിക്കാൻ കഴിയത്തില്ല എന്ന വിവരം എനിക്ക് നല്ലവണ്ണം അറിയാം. ഏതാ എ കെ ആന്റണി ആര് പറഞ്ഞാലും ആര് നിർബന്ധിച്ചാലും ഒരഴിമതിക്ക് കൂട്ടുനിൽക്കുകയോ അഴിമതി ചെയ്യിക്കുകയോ എ കെ ആന്റണി ചെയ്യത്തില്ല. അത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ളവർ പറഞ്ഞാലും മക്കൾ പറഞ്ഞാലും ആന്റണി ഇത് യാതൊന്നും ചെയ്യത്തില്ല. ആ കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും ഇല്ല. പ്രതിരോധ വകുപ്പുമായി ബന്ധപ്പെട്ട ചില ഇടപാടുകളിൽ അന്വേഷണം എന്നുള്ളതിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ അനിൽ ആന്റണി പാർട്ടി വിട്ട് BJP ചേരുകയായിരുന്നു എന്നൊക്കെയാണ്. എനിക്കത് അങ്ങനെയുള്ള കാര്യം ഒന്നും അറിയത്തില്ല. അനിൽ ആന്റണി പാർട്ടി വിട്ട് അത് ഞാൻ വളരെ ശക്തമായി കഴിഞ്ഞ ദിവസം മല്ലപ്പള്ളി ഞാൻ പ്രസംഗിച്ചപ്പോഴും ഞാൻ പറഞ്ഞു. അബിലാൽ ഉണ്ടായിരുന്നു അവിടെ അല്ലേ? അതായത് കോൺഗ്രസ് പാർട്ടി വിട്ട് അനിൽ ആന്റണി മറ്റൊരു പാർട്ടിയിൽ പോയത് വലിയ തെറ്റാണ്. അതിനോട് ഒരിക്കലും കാര്യം കോൺഗ്രസിൻ്റെ ഒരു പ്രോഡക്റ്റ് അനിൽ ആന്റണി. എ കെ ആന്റണിയെ പോലെ തന്നെ എ കെ ആന്റണി ആക്കിയത് കോൺഗ്രസ്സാണ്. മനസ്സിലായല്ലോ. അനിൽ ആന്റണി അതാണ്. അപ്പോൾ കോൺഗ്രസ് പാർട്ടി വിട്ട് പോയത് ഒരിക്കലും നീതീകരിക്കാവുന്നതല്ല. ഒരിക്കലും ഞാൻ അതിനോട് അത് ശരിയാണെന്ന് പറയാൻ എനിക്ക് കഴിയില്ല. അത് പാടില്ലായിരുന്നു. അതിനെ ഞാൻ അങ്ങേയറ്റം വിമർശിക്കുന്നു. അത് തെറ്റാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഞാൻ പറയുന്നു, എ കെ ആന്റണി എന്ന് പറയുന്ന മനുഷ്യനെ ആരെല്ലാം നിർബന്ധിച്ചാലും ഒരു സാഹചര്യത്തിലും ഒരഴിമതിയുമായി ബന്ധപ്പെടത്തില്ല. അത് മകൻ നോക്കിയാലും ആര് നോക്കിയാലും ആ കാര്യത്തിലും എനിക്ക് ഉറപ്പുണ്ട്. അനിൽ ആന്റണി പത്തനംതിട്ടയിൽ തോൽക്കണമെന്ന് ഇന്നലെ എ കെ ആന്റണി പറഞ്ഞു. അതിന് മറുപടിയായി അനിൽ ആന്റണിയുടെ പ്രതികരണവും വന്നിരുന്നു. 2014 മുതൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് പറഞ്ഞ ആളാണ്
സഹതാപം മാത്രമേ ഉള്ളൂ ഈ സോണിയാഗാന്ധിക്കൊക്കെ പിന്തുണ നൽകുന്നതിൽ. രാഷ്ട്രീയമായി എ കെ ആന്റണി അപ്രസക്തനാണ്. അതിപ്പോൾ അനിൽ ആന്റണിയുടെ അഭിപ്രായം BJP ചെന്നപ്പോൾ അദ്ദേഹം BJP ചെന്നപ്പം BJPക്കാരെ സൂചിപ്പിക്കാൻ അഭിപ്രായം മാറ്റി പറഞ്ഞു. അതാണ് അനിൽ ആന്റണിയുടെ ബേസിക്കായ പ്രശ്നം. അതാണ് അദ്ദേഹം കോൺഗ്രസിലിരുന്നപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ IT വിദഗ്ധനായി വർക്ക് ചെയ്ത ആളാണ്. അന്നേരം ഈ അഭിപ്രായമുണ്ട് അദ്ദേഹം എന്തിനാണ് പ്രവർത്തിച്ചത്. BJP ചെന്നപ്പം BJPക്കാരെ സൂചിപ്പിക്കാൻ അഭിപ്രായം മാറി പറയുന്നത് അതിനെങ്ങനെ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. അതിനോട് എനിക്ക് യോജിപ്പില്ല. അത് വലിയ തെറ്റായ ഒരു സമീപനമാണ് അദ്ദേഹം കാണുന്നത്. അദ്ദേഹം ഒരിക്കലും കോൺഗ്രസ് വിട്ടു പോകാൻ പാടില്ല. കാര്യം കോൺഗ്രസിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിച്ചു വളർന്ന ആളാണ് അദ്ദേഹം. അധികാരം വൈകാതെ മടങ്ങി വരുന്ന സ്ഥിതി ഉണ്ടാവും അല്ലേ? അന്ന് പറഞ്ഞത് അത് ഞാൻ അന്ന് പ്രസംഗത്തിൽ പറഞ്ഞത് അതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് ഇന്ത്യ മുന്നണി ജയിക്കും. ഇന്ത്യ മുന്നണി ജയിക്കുമ്പോൾ BJP അധികാരം നഷ്ടപ്പെടും. അന്നേരം അനിൽ ആന്റണി തീർച്ചയായും തിരിച്ചു വരും. കാര്യം അനിൽ ആന്റണിയുടെ സ്വഭാവമാണല്ലോ. അനിൽ ആന്റണി തെളിയിച്ചത് എന്താ? കോൺഗ്രസ് അധികാരത്തിൽ ഇരുന്ന സമയം മുഴുവൻ അദ്ദേഹം കോൺഗ്രസിൻ്റെ പ്രയോജനങ്ങളെല്ലാം ഉപയോഗിച്ചു. കോൺഗ്രസ് അധികാരം വിട്ട് കോൺഗ്രസ് പ്രതിപക്ഷത്തായപ്പോഴാണ് അദ്ദേഹം അങ്ങോട്ട് പോയത്. അവിടെയാണ് അതിൻ്റെ ഇപ്പം മറിച്ചായിരുന്നു. കോൺഗ്രസ് അധികാരത്തിലിരിക്കുമ്പോൾ ഒരു പ്രതിപക്ഷ പാർട്ടിയിലോട്ട് പോകുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് അല്പം ആദർശം നമുക്ക് അല്പം ആദർശം അതിനകത്ത് കൊടുക്കാം. ഇവിടെ അധികാരം നഷ്ടപ്പെട്ട് ക്ഷീണിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ സ്വന്തം മാതാപിതാക്കൾ ക്ഷീണിക്കുമ്പോൾ വീക്കാകുമ്പോൾ അവരെ തള്ളിപ്പറഞ്ഞിട്ട് പോകുന്നത് പോലാണ് ഉള്ളൊരു കാര്യമാണത്. അവിടെയാണ് എനിക്ക് അനിൽ ആന്റണിയോടുള്ള യോജിപ്പ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ആ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം BJP തോക്കുമ്പം സ്വാഭാവികമായി ഈ കോൺഗ്രസ് മുന്നണി അധികാരത്തിൽ വന്നാൽ ഇങ്ങോട്ട് വരാനുള്ള സാധ്യതയുണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ്. പ്രവർത്തകർ വേണ്ട എന്ന് പറഞ്ഞു. അത് ശരിയാ, ഞാനത് പറഞ്ഞില്ലേ. വന്നാൽ എടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതെ, പക്ഷെ അയാൾ നോക്കണമെന്ന് ആന്റണി തന്നെ പറഞ്ഞല്ലോ. ആന്റണി അതിനകത്ത് ഒരു റിസർവേഷൻ ഇല്ലാതെ പറഞ്ഞല്ലോ നോക്കണമെന്ന്.